ഒരു കൃഷിക്കാരൻ്റെ ജീവിതത്തിൽ 2 കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് വിതയുടെ കാലഘട്ടം, 2 കൊയ്ത്തിൻ്റെ കാലഘട്ടം. ബൈബിളിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: കണ്ണുനീരോടുകൂടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അതെ, വിതയുടെ കാലഘട്ടം കണ്ണുനീരിൻ്റെയും വേദനയുടെയും കഠിനാധ്വാനത്തിൻ്റെയും നാളുകളാണ്. എന്നാൽ കൊയ്ത്തിൻ്റെ കാലഘട്ടം അതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. അവിടെ കണ്ണുനീരില്ല, മറിച്ച് സന്തോഷത്തിൻ്റെയും ആർപ്പുവിളിയുടെയും നാളുകളാണ്. നിങ്ങൾ വിത്ത് വിതയ്ക്കുന്നതും കൊയ്യുന്നതും കണ്ടിട്ടുണ്ടാകും. വിത്ത് വിതയ്ക്കുന്ന ഒരുത്തൻ വിത്ത് വിതച്ച് മുന്നിലേക്കല്ല പോകുന്നത്, അവൻ പിന്നിലേക്കാണ് പോകുന്നത്. എന്നാൽ കൊയ്യുന്നത് മുന്നിലേക്കാണ്. വിതയുടെ കാലഘട്ടം ജീവിതം അല്പം പിറകിലേക്ക് പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കാം. എന്നാൽ ഭാരപ്പെടേണ്ട, മുന്നിലേക്ക് പോകുന്ന കൊയ്ത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എന്തെല്ലാം ചെയ്തിട്ടും മുന്നിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതം വേദനയിലും കഠിനാധ്വാനത്തിലും അവസാനിക്കുമോ എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? ഭാരപ്പെടേണ്ട, ഇത് നിങ്ങളുടെ വിതയുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും മടുത്തുപോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ഒരു കൊയ്ത്തിൻ്റെ ദിനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഭാരപ്പെടേണ്ട, വിതയുടെ കാലഘട്ടത്തിന് ശേഷം ഒരു കൊയ്ത്തിൻ്റെ കാലഘട്ടം വരുന്നുണ്ട്. ആ കാലത്തിനായി കാത്തിരിക്കാം. May God bless you.